ഹായ് ഫണ്ട് ട്രേഡേഴ്സ്, എല്ലാവർക്കും ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് അതുപോലെ തന്നെ CFDയും തമ്മിലുള്ള മെയിനായിട്ടുള്ള വ്യത്യാസമാണ് നമ്മൾ നോക്കുന്നത്. ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുള്ളതാണ്. നമ്മളിപ്പോൾ നമ്മുടെ ട്രേഡിംഗ് ഗ്രൂപ്പിലുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് വീഡിയോ എല്ലാം കണ്ടിട്ട് നമ്മുടെ പ്രൈസ് ഇപ്പോൾ ഗോൾഡിന്റെ ട്രേഡ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക XIUSDയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൈവ് പോകുമ്പോൾ GC1 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് എല്ലാവരും കാണാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും ചോദിക്കാറുണ്ട് ഏതിലാണ് ട്രേഡ് ചെയ്യുന്നത്, എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു 1 ഇയർ ആയിട്ടുള്ളൂ ഫ്യൂച്ചേഴ്സിലേക്ക് മാറിയിട്ട്. ഞാൻ കുറെ നാൾ മുമ്പ് CFDയിലായിരുന്നു ചെയ്തിരുന്നത്. 2018 മുതൽ CFD ആയിരുന്നു ചെയ്തിരുന്നത്. ഞാനിപ്പോൾ 2024 ലാസ്റ്റ് ആയപ്പോഴാണ് ഞാൻ ഒരു എന്താ പറയുക ഫ്യൂച്ചേഴ്സിന്റെ ഒരു ട്രേഡിംഗിലേക്ക് വന്നത്. അതിൽ തന്നെ കുറെ വ്യത്യാസങ്ങൾ, നമ്മൾ ഈ പറയുന്ന CFDയും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട്. ഒത്തിരി പേര് അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനായിട്ട് കുറെ നാളുകളായി പറയുന്നു. പക്ഷേ സമയവും തിരക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് നോക്കുന്നത് ഫ്യൂച്ചേഴ്സും അതേപോലെ തന്നെ CFDയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. നമുക്ക് ആദ്യം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് നടക്കുന്നത്. ബയ്യറും സെല്ലറും തമ്മിലുള്ള ഒരു കോൺട്രാക്ട് ആണ് നടക്കുന്നത്. അതേപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ കീഴിലാണ് നടക്കുന്നത്. എന്നാൽ CFD എന്ന് പറയുന്നത് കൺട്രോൾ ഫോർ ഡിഫറൻസ് ആണ്. അത് പ്രൈസ് ബയ്യറും സെല്ലറും തമ്മിലുള്ള ഡിഫറൻസിന്റെ വ്യത്യാസത്തിലാണ് ആ ട്രേഡിംഗ് നടക്കുന്നത്. CFDയിൽ ട്രേഡിംഗ് നടക്കുന്നത് അതൊരു ബ്രോക്കറിന്റെ കീഴിലായിരിക്കും നടക്കുക. ഫ്യൂച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ കീഴിലായിരിക്കും. എല്ലാ സ്ഥലത്തും ഒരേ പ്രൈസ് ആയിരിക്കും ഈ പറയുന്ന ഫ്യൂച്ചേഴ്സിൽ വരിക. ഇപ്പോൾ അപ്പെക്സ് എന്നൊരു ഫണ്ടിംഗ് ഫേം ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബുൾനോക്സ് ആയിക്കോട്ടെ, ഫണ്ടിംഗ് ടിക്സ് ആയിക്കോട്ടെ, എല്ലാ സ്ഥലത്തും സെയിം പ്രൈസ് ആയിരിക്കും ഫ്യൂച്ചേഴ്സിന്റെ പ്രൈസ്, ഗോൾഡിന്റെ ആയിക്കോട്ടെ, എല്ലാ ഇതിന്റെ. എന്നാൽ CFDയിൽ അങ്ങനെയല്ല വരുന്നത്. പ്രൈസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫണ്ടിംഗ് ടിപ്സിൽ വന്ന പ്രൈസിന്റെ ലോ ആയിരിക്കില്ല ഫണ്ടഡ് നെക്സ്റ്റിൽ വരുന്നത്. അത് കാരണം എന്താ വെച്ചാൽ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ കീഴിലല്ല ഈ CFD വരുന്നത്. അതിന്റെ ഒരു പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെ പലരും ചില സമയങ്ങളിലൊക്കെ അവരുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്പ്രെഡ് എടുത്തു പോകുന്നു. അങ്ങനെ കുറെ വിഷയങ്ങൾ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ ഫ്യൂച്ചേഴ്സിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് എന്തെല്ലാം ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിനാദ്യം തന്നെ വരുന്നത് ഗ്ലോബൽ റെഗുലേഷൻ ആണ്. നമുക്ക് നേരത്തെ പറഞ്ഞു ഫ്യൂച്ചേഴ്സ് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ കീഴിലായതുകൊണ്ട് തന്നെ ആ റെഗുലേഷൻസ് ബാധകമാണ്. ഏകദേശം ഓൾ ഓവർ വേൾഡ് അവൈലബിൾ ആണ്. പക്ഷേ CFD അങ്ങനെയല്ല. ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ പല രാജ്യങ്ങളിലും ബാൻഡ് ആണ് ഈ CFD. പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിലൊക്കെ CFD ബാൻഡ് ആണ്. മറ്റു ഏഷ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് CFDയിലേക്ക് ആളുകൾ ട്രേഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ഈ പറയുന്ന ഏഷ്യൻ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇതിന് CFDന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്സ്, CFDനെ സംബന്ധിച്ചാണെങ്കിൽ ചെറിയൊരു $10 തുടങ്ങിയുള്ള രീതിയിൽ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ അങ്ങനെയല്ല. ഫ്യൂച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഏകദേശം $1000 അടുത്തൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കിത് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് ഫ്യൂച്ചേഴ്സിന്റെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അല്ലാതെ പ്രൊപ്പേം വഴിയുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചല്ല പറയുന്നത്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CFDയിൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. ബ്രോക്കർ അലൗ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്നാൽ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് അങ്ങനെയല്ല വരുന്നത്. ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഏകദേശം 300ഓളം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഇൻക്ലൂഡിംഗ് ബോണ്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ്. ഇനി കമ്മീഷൻ രണ്ടുപേർക്കും ഏകദേശം ഒരു മെയിൻ ഗോൾഡ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം സെയിം ആയിട്ടാണ് വരാറ്. ഏകദേശം ഒരു $10 അങ്ങനെ ഒരു ഡിഫറൻസ്, $7 അങ്ങനെയുള്ള ഒരു കമ്മീഷനൊക്കെയാണ് നോർമലി വരാറ്. രണ്ടും ഏകദേശമൊക്കെ സെയിം പ്രൈസ് ഇതിലാണ് വരുന്നത്. അതുപോലെ സ്പ്രെഡ്, ഏറ്റവും കൂടുതൽ CFDയിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് സ്പ്രെഡ് വഴി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഫ്യൂച്ചേഴ്സിൽ ആ ഒരു പ്രശ്നമില്ല. ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ സ്പ്രെഡ് ചെറിയ രീതിയിലുള്ള ബൈറും സെല്ലും നമ്മൾ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ വൈൽഡ് ആയിട്ടുള്ള സ്പ്രെഡോ കാര്യങ്ങളൊന്നും ഫ്യൂച്ചേഴ്സിൽ CFDയിലുള്ള പോലെ വൈൽഡ് ആയിട്ടുള്ള സ്പ്രെഡോ കാര്യങ്ങളൊന്നും ഫ്യൂച്ചേഴ്സിലില്ല. വളരെ നോർമൽ ആയിട്ടുള്ള സ്പ്രെഡാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ട്രേഡ് ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും FEG ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ FEGനൊക്കെ റെസ്പെക്ട് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുക. പക്ഷെ CFDയിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ മാർക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്നും ഒന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം ഒന്ന് താഴത്തേക്കൊക്കെ പോയി നമ്മുടെ എന്താ പറയുക SL ഒക്കെ ഹണ്ട് ചെയ്തതിന് ശേഷമായിരിക്കും അത് സ്പ്രെഡിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് കമ്പനികൾ നടത്തുന്ന. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഫ്യൂച്ചേഴ്സിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. അതുപോലെ ഡാറ്റ കോസ്റ്റ്, നമുക്ക് CFDയെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ ഏത് ഫേംസിന്റെ എടുത്താലും അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ബ്രോക്കറെ ഒരു അക്കൗണ്ട് എടുത്താൽ തന്നെ നമുക്ക് ഡാറ്റയ്ക്ക് വേറെ കാശ് കൊടുക്കേണ്ടതായിട്ട് വരില്ല. അതേസമയം ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ നമ്മൾ ഡാറ്റയ്ക്ക് കോസ്റ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെയാണ് ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഫ്യൂച്ചറിന്റെ ചാർട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ ഒരു ഡിലേ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ടാവും. നമുക്ക് ഈ ട്രേഡിംഗ് വ്യൂവിൽ ഇത് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ട്രേഡിംഗ് വ്യൂ നമുക്ക് ഡയറക്റ്റ് ഡാറ്റ അലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ഡിലേ ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും നിങ്ങൾ കാണുക. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അതിനകത്ത്
ലിക്വിഡിറ്റി ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഫ്യൂച്ചേഴ്സിൻ്റെ ഇത് ചെയ്യാതൊക്കെ ഇരുന്നിരുന്നു. പക്ഷേ നമുക്ക് ഒരു പ്രൊഫൈം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, അപ്പെക്സ് പോലെ ഒരു കമ്പനി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ട്രേഡ് ഔട്ട് പോലത്തുള്ള ബ്രോക്കറുടെ വഴി നമുക്ക് ഡാറ്റ നമുക്ക് കിട്ടും. അതിന് കോസ്റ്റ് ആവുന്നുമുണ്ട്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളൊന്നും വാങ്ങിക്കുന്നില്ല. നിങ്ങൾ അതെല്ലാം നിങ്ങളൊരു ഫ്യൂച്ചറിന്റെ ഡയറക്റ്റ് ഫണ്ടിങ് ആണ് നോക്കുന്നതെങ്കിൽ നമുക്ക് ഡാറ്റ കോസ്റ്റ് അതിൽ വരുന്നുണ്ട്. അതേപോലെ കോൺട്രാക്ട് സൈസ് CFDയെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് 0.01 വെച്ചിട്ടുള്ള ഓരോ സൈസും നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം ഫ്യൂച്ചേഴ്സിൽ അങ്ങനെയല്ല. മെയിൻ ലോട്ട് GC1 ഗോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ GC1 എന്ന് പറയുന്ന ആ ഒരൊറ്റ മെയിൻ ലോട്ട് ആയിരിക്കും. നമുക്ക് അതിലൊരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ ഒരു $100 ഡിഫറൻസ് വരുന്ന രീതിയിലായിരിക്കും വരിക. അതേപോലെ നിങ്ങൾക്ക് CFDനെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് 0.01, 02, 03 അങ്ങനെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ അങ്ങനെയല്ല, ഇൻസ്ട്രുമെന്റ് മാറേണ്ട ഒരു MGC1 എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ആയിരിക്കും മിനി ലോട്ടിന് വേണ്ടിയിട്ട് വരിക, MGC1. അതേപോലെ തന്നെ ഗോൾഡിനെ സംബന്ധിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലോട്ടായിട്ട് വരുന്നത് GC1 ആണ് വരുന്നത്, MG7 ആണ് മിനി ആയിട്ട് വരുന്നത്, മൈക്രോ ആയിട്ട് വരുന്നത്. മെയിൻ ലോട്ടിന് അവിടെ മിനി ലോട്ട് എന്നാണ് പറയുന്നത്, മെയിൻ ലോട്ടിന് മിനി ലോട്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മിനി ലോട്ടിന്, അതായത് മില്ലി ലോട്ടൊക്കെ ചെയ്യുന്നതിന് മൈക്രോ എന്നാണ് പറയുന്നത്. അവർ രണ്ട് വ്യത്യാസമുണ്ട്. മിനി ലോട്ടും മൈക്രോ ലോട്ടും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ ഒരു മൂവ്മെന്റ് മിനി എന്ന് പറയുന്നത് മിനി എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ്, ഒരു പ്രൈസ് മൂവ്മെന്റ് വന്ന ടിക്സിന്റെ മൂവ്മെന്റ് വന്ന $100 ഡിഫറൻസ് വരും മെയിൻ ലോട്ട് ആകുമ്പോൾ. മില്ലി ലോട്ട് ആകുമ്പോൾ MGC1ലേക്ക് വരുമ്പോൾ ഒരു പോയിന്റ് ഡിഫറൻസ് വരുമ്പോൾ നമുക്ക് $10 ആയിരിക്കും ഡിഫറൻസ് വരിക. നമുക്ക് കോൺട്രാക്ട് സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ GC1 ആണെന്നുണ്ടെങ്കിൽ മെയിൻ ലോട്ടായിട്ടാണ് വരുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഒരു മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ, ഒരു 1 പിപ്പിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ 1 ടിക്സിന്റെ മൂവ്മെന്റ് നടത്തുകയാണെങ്കിൽ $100 ഡിഫറൻസ് ആയിരിക്കും വരിക. പ്രോഫിറ്റ് ഓർ ലോസ് 4,038 ഇപ്പോൾ ട്രേഡ് 4,039 ആയ നമുക്ക് $100 പ്രോഫിറ്റും ലോസും കൗണ്ട് ചെയ്യുന്ന രീതിയിലാണ് GC1 ഇത് ചെയ്തേക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് മിനി ലോട്ട് ഇട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് MGC1 പറ്റില്ല. നമുക്ക് എന്താ പറയുക, CFDയിലുള്ള പോലെ ചെറിയ മൂവ്മെന്റ്സ് ഇട്ടിട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് ഇവിടെ കോമെക്സ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ തന്നെ MGC1 എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ MGC1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു പോയിന്റ് മൂവ്മെന്റ്സ് വന്ന 1 ടിക്സ് മൂവ്മെന്റ് വന്നാൽ $10 ഡിഫറൻസ് പ്രോഫിറ്റ് ഓർ ലോസിൽ നമുക്ക് വരും. അപ്പൊ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡാറ്റ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിലേ ഡാറ്റ ആയിട്ടായിരിക്കും എഴുതി കാണിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബ്രോക്കറെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും പ്രൊഫൈമോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഫണ്ടിങ് അക്കൗണ്ട് ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള, കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡാറ്റ നമുക്ക് ഇവിടെ വർക്കിംഗ് ഡിലേ ഇല്ലാത്ത രീതിയിൽ കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പേര് ചോദിക്കാൻ, ഇതിൽ ലിക്വിഡിറ്റി വളരെ കുറവാണല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അത് ഒന്ന് നിങ്ങൾ നോക്കാം. അതേപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നത് ഇത് പ്രൈസ് മൂവ്മെന്റ് രണ്ടും സെയിം ആണോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പ്രൈസ് മൂവ്മെന്റ് നമുക്കിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ പ്രൈസ് മൂവ്മെന്റ് ഇപ്പോൾ CFD കാണുന്നത് MGC1 ഗോൾഡിന്റെ ചാർട്ടാണ്, ഇത് XIUSD ചാർട്ടാണ്. നമുക്ക് GC1ലേക്ക് ഇടാം. നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരേ മൂവ്മെന്റ് തന്നെയാണ് രണ്ടിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന് ലോ വന്നേക്കുന്നത് 3:30 വന്ന ലോ, അതേ സെയിം ടൈം തന്നെ ലോ വന്നു. ഇതെല്ലാം മൂവ്മെന്റ് എല്ലാം സെയിം ആയിരിക്കും. പക്ഷെ പ്രൈസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ GC1 ട്രേഡ് എടുക്കുന്നത് 4,037 ആണെന്നുണ്ടെങ്കിൽ XIUSD ട്രേഡ് എടുക്കുന്നത് 4,026 ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രൈസിന്റെ വ്യത്യാസമുണ്ട്. ഇതിപ്പോ 10 ഡിഫറൻസ് ഉള്ളൂ. അതേസമയം നമ്മൾ ഒരു എക്സ്പയറി കഴിഞ്ഞ് പുതിയ കോൺട്രാക്ട് ഗോൾഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 ഡിഫറൻസ് ഉണ്ട്, 30 പോയിന്റ്സിന് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാറുണ്ട്. അതൊരു എക്സ്പയറിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് വരാറ്. അതേപോലെ തന്നെ ഒരു ചെറിയൊരു ഇത് പറയുന്നത്, എക്സ്പയറി വരുന്ന ദിവസം, ഇനിയിപ്പോൾ നമുക്ക് വരുന്ന എക്സ്പയറി 3 മാസം കൂടുമ്പോഴാണ് ഇതിന്റെ എക്സ്പയറി വരുന്നത്. ഇനിയിപ്പോൾ ഡിസംബറിലാണ് ഇവരുടെ കോൺട്രാക്ട് തീരുന്നത്. ആ ഡിസംബറിൽ 2025 ഡിസംബറിൽ തീരുന്ന കോൺട്രാക്ടിന്റെ 25-ാം തീയതി ആകുമ്പോൾ കോൺട്രാക്ട് കഴിയും. പിന്നെ നമുക്ക് അടുത്ത കോൺട്രാക്ട് വരുന്നത് 3 മാസം കഴിഞ്ഞിട്ടുള്ള ജനുവരി, ഫെബ്രുവരി, മാർച്ചിലെ കോൺട്രാക്ട് ആയിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ഈ എക്സ്പയറിക്ക് 2 ദിവസം 3 ദിവസം മുമ്പേ തന്നെ അടുത്ത കോൺട്രാക്റ്റിലേക്ക് നമ്മൾ ആരെങ്കിലുമൊക്കെ ട്രേഡിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ മാറുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വോളിയം അവിടെ കുറയും. അപ്പൊ ഈ രണ്ട് വ്യത്യാസങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് സിങ്ക് ട്രേഡ് അലൗഡ് ആണോ എന്നുള്ള കാര്യങ്ങളാണ്. CFDയിൽ സിങ്ക് ട്രേഡ് അലൗഡ് ആണ്, പക്ഷേ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് പ്രൊഫേംസിൽ സിങ്ക് ട്രേഡ് അലൗഡ് അല്ല. അതേസമയം നിങ്ങളൊരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നിഞ്ച ട്രേഡർ പോലുള്ള ബ്രോക്കർ അല്ലെങ്കിൽ ട്രേഡ് വോട്ട് പോലുള്ള ബ്രോക്കർ ഡയറക്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിങ്ക് ട്രേഡ് അലോ ചെയ്യും. പക്ഷേ നമുക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും. നമ്മളിപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചറൊക്കെ ചെയ്യുന്നതിന് 3 ലക്ഷം 4 ലക്ഷം രൂപ പോലെ തന്നെ ഏകദേശം നല്ലൊരു എമൗണ്ട് തന്നെ നമുക്ക് എന്താ പറയുക സിങ്ക് ട്രേഡ് ചെയ്യുന്നതിനായിട്ടുള്ള ആവശ്യം വരും.
അതേപോലെ പാർഷ്യൽ ബുക്കിംഗ് നമ്മളൊരു CFD ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഒരു ചെറിയ മിനി ലോട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട് MT5ലും MT4ലും. പക്ഷേ ഫ്യൂച്ചർ ഫെയിമിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നമ്മൾ അതേപോലെ തന്നെ നമ്മളൊരു പൊസിഷൻ ആഡ് ചെയ്തു, വീണ്ടും ഒന്നുകൂടി ആവറേജ് ചെയ്യാനായിട്ട് ഒരു പൊസിഷനും കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു ആവറേജ് പ്രൈസ് ആയിട്ട് ഒരൊറ്റ സിംഗിൾ ട്രേഡിൽ തന്നെ ബുക്കിംഗ് ആവുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്തുള്ളത്. അതൊരു ഡീമെറിറ്റ് തന്നെയാണ് ഇതിനകത്ത് ഞാൻ കണ്ടേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എക്സ്പയറി, നമുക്കിതൊരു 3 months കൂടുമ്പോഴാണ് ഇതിന്റെ എക്സ്പയറി വരുന്നത്. ഡിസംബറിൽ ഇനിയിപ്പോൾ ഈ കോൺട്രാക്ട് കഴിയും, ഇനി അടുത്ത കോൺട്രാക്ട് ഒന്ന് മാർച്ചിലായിരിക്കും. അപ്പോൾ 25 ഡിസംബർ ആണ് നമുക്ക് കോൺട്രാക്ട് എങ്കിൽ നിങ്ങൾ 3 ദിവസം മുന്നേ തന്നെ നിങ്ങൾ അടുത്ത കോൺട്രാക്റ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിക്വിഡിറ്റി പോലുള്ള പരിപാടികളൊന്നും ചിലതിൽ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മൾ ട്രാപ്പിലാവാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. മറ്റൊന്ന് നമുക്ക് എക്സ്പോഷറെ കുറിച്ചാണ്. എക്സ്പോഷർ നമുക്ക് ഇപ്പോൾ അറിയാം, CFDനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ 1:1000 വരെ കൊടുക്കുന്ന കമ്പനി ഉണ്ട്, 1:500 ടൈംസ് കൊടുക്കുന്നവരുണ്ട്. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ 1:20 വരെയുള്ള എക്സ്പോഷർ ആണ് കൊടുക്കുള്ളൂ. കാരണം ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിന്റെ കീഴിലായത് കൊണ്ട് തന്നെയാണ് വളരെ ചെറിയൊരു എക്സ്പോഷറിലേക്ക് അവർ ഒതുക്കുന്നത്. CFDനെ സംബന്ധിച്ച് അങ്ങനെ ഓൺ ബ്രോക്കറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എക്സ്പോഷർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലിക്വിഡിറ്റി. നമുക്ക് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പ്രത്യേകിച്ച് പ്രൊഫേം ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫണ്ടിങ് പിപ്സിന്റെ ഒരു അക്കൗണ്ട് എന്ന് വിചാരിക്കുക. അതിന്റെ ഒരു ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അവരുടെ ഓൺ ബ്രോക്കർ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാവരും ഓൺ ബ്രോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വരും. അവർക്ക് അറിയാം എവിടെയാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത്, എവിടെയാണ് നിങ്ങളുടെ എൻട്രി വരുന്നത്, എവിടെയെല്ലാം സ്റ്റോപ്പ് ഹണ്ട് നടത്തുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ആ ബ്രോക്കർക്ക് അത് അറിയാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചർ ഫെയിമിനെ സംബന്ധിച്ച് ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അപ്പെക്സ് ആയിക്കോട്ടെ, ബുൾനോക്സ് ആയിക്കോട്ടെ, ട്രേഡ് ആവട്ടെ, ഏത് അക്കൗണ്ടിലാണെന്നുണ്ടെങ്കിലും സെയിം പ്രൈസ് മൂവ്മെന്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ലോ വന്നു കഴിഞ്ഞാൽ ആ ലോ തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തെയും ലോ ആയിട്ട് നിൽക്കുക. ഇതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രെഡ് അഡ്ജസ്റ്റ്മെന്റ് ഈ പറയുന്ന ഫ്യൂച്ചറിൽ നടക്കാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ്, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് കുറച്ച് കുറഞ്ഞു കിട്ടും. ഒരു 4 സ്പ്രെഡ് എടുത്ത് നമുക്ക് എന്താ പറയുക CFDയിൽ പോകുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫ്യൂച്ചേഴ്സിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. അതിന്റെ ഒരു റീസൺ തന്നെ ഓൺ ലിക്വിഡിറ്റി പ്രൊവൈഡർ ആയിരിക്കും. അവർക്ക് അറിയാൻ പറ്റും, മെറ്റാട്രേഡറിൽ നോക്കിയാൽ മെറ്റാട്രേഡർ മാനേജറിൽ നോക്കി അറിയാൻ പറ്റും എവിടെയാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ഉള്ളത്, ആരാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് നിൽക്കുന്നത്. ഇത്രയും കാര്യങ്ങളെല്ലാം ഈ കമ്പനികൾക്ക് വിഷ്വൽ ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു സ്പ്രെഡ് ഒരു മൂവ്മെന്റിലൊക്കെ സ്പ്രെഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലിക്വിഡിറ്റി എല്ലാം പ്രൈസ് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലത്തും സെയിം ലിക്വിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന സ്റ്റോപ്പ് ലോസ് ഹണ്ടുകൾ പോലുള്ള പരിപാടികളൊക്കെ കുറവായിരിക്കും. അതുപോലെ പ്ലാറ്റ്ഫോം വരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, CFD എല്ലാവർക്കും അറിയാം, MT4ഉം MT5 ആണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫ്യൂച്ചേഴ്സിൽ വരുന്നത് ട്രേഡബോട്ട് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട്, അതേപോലെ നിഞ്ച ട്രേഡ് ഉണ്ട്, കോൺടവർ ഉണ്ട്, ബുക്ക് മാപ്പ് ഉണ്ട്. അത് ഓരോരോ കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും നമുക്ക് ട്രേഡിംഗ് വ്യൂവിലും നമുക്ക് ഈ പറയുന്ന ഫ്യൂച്ചേഴ്സിന് ആക്സസ് കിട്ടുന്നതാണ്. ഞാനൊരു എന്താ പറയുക 2018 ഈ പറയുന്ന ഫോറക്സിലേക്ക് വന്നത്. ഫോറക്സിലേക്ക് വന്നു, അതിന് ശേഷമാണ് 2019, 20 ആയപ്പോഴാണ് ഈ പറയുന്ന എന്താ പറയുക ഫണ്ടിങ് ഫെയിംസിലേക്ക് വരുന്നത്. 2022, 2021 ആ സമയത്താണ് ഫണ്ടിങ് ഫെയിംസിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് അത്യാവശ്യം നമുക്ക് അതിന് മുമ്പ് വരെ ഞാൻ ഓപ്ഷൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ആരെങ്കിലൊക്കെ ഇപ്പോഴും നിലവിൽ ഓപ്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് ഫോറക്സ്. നിങ്ങൾക്ക് അവിടെ എടുക്കുന്ന ഇന്ത്യൻ മാർക്കറ്റിലെ ഓപ്ഷൻസ് ബൈങ്ങിൽ എടുക്കുന്നതിന്റെ പകുതി എഫർട്ട് ഇവിടെ ഇട്ടാൽ മതി, ഫോറക്സ് മാർക്കറ്റിൽ ഇട്ടാൽ മതി. നമുക്ക് നല്ല ഒരു മാറ്റം അതിൽ തന്നെ ഉണ്ടാവും. അതിൽ തന്നെ ഞാൻ ഫോറക്സ് തന്നെ ചെയ്തിരുന്നു പറഞ്ഞു. ഇപ്പൊ ഒരു 1 year ആവുന്നേ ഉള്ളൂ ഞാൻ ഫ്യൂച്ചേഴ്സിലേക്ക് മാറിയിട്ട്. ഫ്യൂച്ചേഴ്സിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ SL ഹണ്ടുകൾ ഒഴിവാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇവരുടെ പ്രൈസ് മൂവ്മെന്റ് എല്ലാം സെയിം ആണെങ്കിൽ തന്നെയും പെട്ടെന്ന് ഒരു മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ CFDയും ഇതെല്ലാം ഒരേ മൂവ്മെന്റ് ആയിരിക്കും. ഒരു സപ്പോർട്ട് സോണിലേക്ക് CFD വരികയും ഫ്യൂച്ചർ വരികയൊക്കെ ചെയ്യും. ഈ ഫ്യൂച്ചർ പയ്യെ മൂവ്മെന്റ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്ന അതേ സമയം തന്നെ CFD ഇവരെ സ്പ്രെഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് താഴത്തേക്ക് പോയി പെട്ടെന്നായിരിക്കും ആ ഒരു മൂവ്മെന്റ് നടത്തുക. ആ മൂവ്മെന്റ് നടത്തി നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തതിന് ശേഷമായിരിക്കും ഇവർ നേരെ മുകളിലേക്ക്, പിന്നെ എല്ലാം ഫ്യൂച്ചറിനൊപ്പമായിരിക്കും ഇവർ പോകുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പ്രെഡിൽ വരുന്ന ഭയങ്കര കള്ളക്കളികളുണ്ട്, ലിക്വിഡിറ്റി ഓൺ ബ്രോക്കർമാരുടെ ലിക്വിഡിറ്റി ഇഷ്യൂസ് ഉണ്ട്. ഇതെല്ലാം ഒഴിവാക്കുന്നതും അതുപോലെ നമുക്ക് നല്ല ഒരു സ്ട്രാറ്റജി ഉണ്ട്. പ്രത്യേകിച്ച് FEG പോലുള്ള സപ്പോർട്ട് സോൺസ് ഒക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും ഫ്യൂച്ചർ ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിന്റെ ഫെയിംസ് ഒക്കെ ഇപ്പോൾ അക്കൗണ്ട് എടുക്കാനൊക്കെ വളരെ ചെറിയ ഒരു എമൗണ്ട് മതി. ഇന്നിപ്പോൾ എന്താ പറയുക ഫണ്ടിങ് ടിക്സിന്റെ ഒക്കെ ഓഫർ $40 വരുന്നുള്ളൂ. അതേപോലെ നമുക്കൊരു ഒരു ഫേസ് പാസ്സായാൽ മതി. പ്രൊഫൈം ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 6% മതി. 50,000 അക്കൗണ്ട് ഒരു 3000 ആയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫേസ് കിട്ടി ലൈവിലേക്ക് കിടക്കാണ് നമ്മൾ. അതിനുശേഷം ഇപ്പോൾ മിക്ക കമ്പനികളും ത്രെഡ് ഷോൾഡ് എന്ന് പറഞ്ഞ പരിപാടി ഇല്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചേഴ്സ് ഗെയിംസ് കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലായിട്ടുണ്ട്. ഈ ഡാറ്റ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കുറച്ചിട്ടുണ്ട്. മന്ത്ലി ഡാറ്റ അടയ്ക്കുന്ന പരിപാടിയെല്ലാം മിക്ക കമ്പനികളും വീണ്ടും കുറച്ചിട്ടുണ്ട്. ഫണ്ടിങ് ടിക്സ് ഒക്കെ ഇപ്പോൾ $40 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എക്സ്ട്രാ കാശൊന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഫ്രീ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ടൈമിംഗ് രണ്ട് ഇതിന്റെയും ഫോറക്സിന്റെയും ഫ്യൂച്ചേഴ്സിന്റെയും ടൈമിംഗ് ഒക്കെ സെയിം തന്നെയാണ്. മൂവ്മെന്റ്സും സെയിം ആണ്. ചില സമയത്തുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ CFD-യിലാണ് ആ തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ടൈപ്പ് പരിപാടികളുള്ളത്. എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒരു അക്കൗണ്ട് ഒക്കെ എടുത്ത് ഒന്ന് ഫ്യൂച്ചേഴ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫ്യൂച്ചേഴ്സിന്റെ പ്ലാറ്റ്ഫോംസ് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുമെങ്കിലും നിങ്ങൾ അതൊന്ന് റിലയബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്യൂച്ചേഴ്സ് തന്നെ ആയിരിക്കും ചെയ്യാൻ സാധ്യത ഉള്ളത്. എന്തായാലും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ. See you.